So let's talk about Kerala Assistant Dental Surgeon PSC exam. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇത് മെഡിക്കൽ കോളേജിലേക്കുള്ള പോസ്റ്റ് അല്ല, ഇത് നിങ്ങളുടെ ഹെൽത്ത് സർവീസ് എക്സാം ആണ്. ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് PHC അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഇങ്ങനത്തെ സ്ഥലത്തെ ഡെന്റിസ്റ്റിന്റെ വേക്കൻസി. ഓക്കെ, ഡെന്റിസ്റ്റിന്റെ വേക്കൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ MDS ആണോ BDS ആണോ, you will have to do all the dental procedures which is required. Next important thing which you all should know is the category number. So category number is 375/2024. അപ്പൊ എപ്പം എന്ത് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഈ കാറ്റഗറി നമ്പർ ആണോ അല്ലയോ നോക്കണം. കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് എത്ര വേക്കൻസി എന്നുള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ലിസ്റ്റ് എക്സിസ്റ്റിംഗ് ആണ്. ഈ ലിസ്റ്റ് ഓഗസ്റ്റിൽ അവസാനിക്കുകയുള്ളൂ, അടുത്ത ഓഗസ്റ്റ് 2025 ഓഗസ്റ്റിൽ അവസാനിക്കുകയുള്ളൂ. അപ്പം ആ ലിസ്റ്റ് വരുന്ന സമയത്ത് വേക്കൻസീസ് ഇവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഇവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നിന്നാണ് അവർ എടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വേക്കൻസി എത്ര ഉണ്ടെന്ന് ഇപ്പൊ അടുത്തൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ആ ലിസ്റ്റിന്റെ എക്സ്പയറി കഴിഞ്ഞ ശേഷമാണ് വേക്കൻസി അവർ പറയാൻ സാധ്യതയുള്ളൂ. പിന്നെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം പ്ലസ് ഇന്റർവ്യൂ, അതാണ് സെലക്ഷൻ പ്രോസസ്. ഞാൻ അതിനെക്കുറിച്ചും പറഞ്ഞുതരാം. ഇപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഇനിയും ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാത്തവര് ഈ ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്യാതെ ഈ ആഴ്ച തന്നെ ചെയ്ത് തീർക്കുക. പിന്നെ kerala.psc.com എന്നുള്ള .gov.in പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ എക്സാം എന്നാന്നുള്ളത് നമുക്ക് ഒരു റഫ് ഐഡിയ കിട്ടുക. PSCയുടെ ആനുവൽ കലണ്ടർ വരും, അത് ജാനുവരി അറൌണ്ട് ആയിട്ട് അവർക്ക് ഒരു ആനുവൽ കലണ്ടർ റിലീസ് ചെയ്യും. അതിൽ അവർ എപ്പോഴാണ് പ്രോബബിൾ എക്സാം എന്ന് പറയും. എങ്ങനെ വന്നാലും അവർക്ക് എക്സാമും ഇന്റർവ്യൂവും കഴിഞ്ഞിട്ട് അവർ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഓഗസ്റ്റ് കഴിയണം. അപ്പം പെട്ടെന്ന് എക്സാം നടത്താൻ സാധ്യത കുറവാണ്. നമുക്ക് 3 monthsന് 4 monthsന്റെ ഇടയിൽ 4 monthsന് ശേഷം എക്സാം ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ജാനുവരി ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് സമയത്താണ് എക്സാം വരാൻ പോകുന്നത് എന്നുള്ളത്. ആൻഡ് അത് അറിഞ്ഞ ഉടനെ നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. സോ വേക്കൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം വേക്കൻസിയുടെ കാര്യം നമ്മൾ എത്ര വേക്കൻസി ഉണ്ടെന്ന് കൃത്യമായി പറയാത്തത് അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യാത്തത് വെച്ചാൽ, ഇപ്പൊ ഒരു റിപ്പോർട്ടഡ് വേക്കൻസി വന്നാൽ ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ, അല്ലെങ്കിൽ ദാറ്റ് റിക്രൂട്ട്മെന്റ് ഹാസ് ടു ബി ഡൺ ഫ്രം ദ പ്രീവിയസ് ലിസ്റ്റ്. സോ ദേ വിൽ നോട്ട് അനൗൺസ് ദ വേക്കൻസി ടിൽ ദാറ്റ് ലിസ്റ്റ് ഇസ് എക്സ്പയർഡ്. നോ സിലബസ്. സോ കുറെ പേര് എത്രയോ പ്രാവശ്യം നമ്മളിപ്പം കഴിഞ്ഞ കുറെ PSC എക്സാം കഴിഞ്ഞിട്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന കാര്യം, ജനറൽ നോളജ് ഇല്ലേ ഉണ്ടായിരുന്നു. 2016 നടന്ന PSC എക്സാമിൽ ഡെന്റലിന്, എനിക്കൊന്ന് ആ സമയത്ത് മെഡിക്കലിനും എക്സാമിൽ ഇത് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2018 or 17 ആ ടൈമിൽ എങ്ങാണ്ട് ഇത് വേണ്ട, ഈ മെഡിക്കൽ ഇവർക്ക് 20 ക്വസ്റ്റ്യൻസ് PSC മീൻസ് ജനറൽ നോളജ് വെക്കേണ്ട ആവശ്യമില്ല, അവർക്കൊരു ജനറൽ അവയർനെസ് വേണമെങ്കിൽ ഇന്റർവ്യൂല് അവർ ചോദിക്കും. നമ്മൾ ഇന്റർവ്യൂവിന് സമയത്ത് നിങ്ങളുടെ നാട് എവിടെയാ, നിങ്ങളുടെ നാട്ടില് ഉള്ള കഥാകൃത്തിന്റെ പേരെന്താ, അവിടെ ഉള്ള ഒരു ഹിസ്റ്റോറിക് സ്ഥലത്തിന്റെ പേരെന്താ, അങ്ങനെ ഒരു ജനറൽ അവയർനെസ് അവർ ചോദിക്കും. അല്ലാതെ ചോദിക്കുന്നത് ഇന്റർവ്യൂലാണ്, എക്സാമിനല്ല. ഇന്റർവ്യൂ വരുമ്പം ചെറിയ ജനറൽ അവയർനെസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് PSC മെമ്പർ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഇതല്ലാതെ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അത് വായിച്ച് സമയം കളയണ്ട. PSCനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് PSC പറയുന്ന സിലബസ്, ആ സിലബസിന് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, ഇതില് സിലബസ് ലാസ്റ്റ് ഇയറിൽ എങ്ങനെയായിരുന്നു എന്നാണ്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാം 2020 നടന്ന എക്സാമില് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അവര് ബേസിക് സയൻസ് ഇതിൽ നോക്കൂ. ബേസിക് സയൻസ് എന്ന് പറയുന്നത് പ്യുവർലി മെഡിക്കൽ ബേസിക് സയൻസ് മാത്രമേ ഉള്ളൂ. അതായത് ജനറൽ ഹ്യൂമൻ അനാട്ടമി, ജനറൽ ഹ്യൂമൻ ഫിസിയോളജി, പെത്തോളജി, ഫാർമക്കോളജി, ബയോകെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി. ഇത് ഒരു പാർട്ട് 1ഉം പിന്നെ പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മുടെ ഡെന്റൽ സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ഓറൽ അനാട്ടമി, ഹിസ്റ്റോളജി, ബാക്കി എല്ലാ ഡെന്റൽ സബ്ജക്ട്സും. ഇനി ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ജനറൽ സർജറിയും ജനറൽ മെഡിസിനും ഉണ്ടായിരുന്നില്ല. ഇനി ഈ പേപ്പർ ഞങ്ങൾ അന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് PSC കോച്ചിങ് 4 years ബാക്ക് ഞങ്ങളെ ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എക്സാം പേപ്പർ അനലൈസ് ചെയ്തപ്പം നിങ്ങൾക്ക് ആ പേപ്പർ തരും, ഞങ്ങൾ ഫുൾ വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ള ഒരു പേപ്പർ തരാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇവർ ഈ പറഞ്ഞ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ടോപ്പിക്സിന് കൃത്യമായിട്ട് 5 or 6 ചോദ്യം വെച്ചിട്ട് എല്ലാ ടോപ്പിക്കും അവർ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്.
അപ്പം ഈ സിലബസിന്റെ അകത്തുള്ള സാധനം മാത്രം പഠിച്ചാൽ മതി. ഇനി ഡെന്റൽ മെറ്റീരിയൽസ് ഇഷ്ടമില്ലാത്തവർ ഡെന്റൽ മെറ്റീരിയൽസ് പഠിക്കണ്ട. പ്രോസ്തോന്റെ കൂടെയാണ് ഡെന്റൽ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കണ്ടില്ലേ പാർട്ട് 2 അപ്പൊ ഡെന്റൽ മെറ്റീരിയൽസിന് ഏറി വന്നാൽ 2-3 ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ 2 ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ 3 ചോദ്യം ചോദിക്കാം. പ്രോസ്തോന്നും 3 ചോദ്യം ചോദിക്കാം. അപ്പം ഇതിനെ സിലബസ് നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം, ഏത് സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണ്ട എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. എത്ര ക്വസ്റ്റ്യൻ ആണ്? 100 ക്വസ്റ്റ്യൻ ആണ് എക്സാമിനുള്ളത്. 75 മിനിറ്റുമാണ് നിങ്ങൾക്ക് കിട്ടുക. 100 ക്വസ്റ്റ്യൻ എഴുതാൻ 75 മിനിറ്റ്സ് ആണ് കിട്ടുക. ഇനി മാർക്കിംഗ് സിസ്റ്റം നെഗറ്റീവ് ഉണ്ടോ, നെഗറ്റീവ് ഇല്ലേ? അതെല്ലാവർക്കും ഒരു ചോദ്യമാണ്. നെഗറ്റീവ് ഉണ്ട്. ഇതിന് ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 1 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1/3 ദ മാർക്ക് കുറയുക ചെയ്യുക. അതായത് 0.33 മാർക്ക് മൈനസും +1ഉം. അതായത് ഒരു ക്വസ്റ്റ്യൻ ശരിയായ 1 മാർക്ക്, മൈനസ് എന്ന് പറയുന്നത് 0.33 അല്ലെങ്കിൽ 1/3 ആണ് മൈനസ് മാർക്ക് വരുന്നത്. സോ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. കഴിഞ്ഞ PSC ബാച്ചിനോടും ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് മാർക്കിന്റെ ബേസിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് പഠിക്കണം കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, അല്ലാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം വരുന്നിടത്ത് ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യണം, പക്ഷെ ഒരുപാട് കണ്ണടച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം പണ്ട് നമ്മൾ അല്ലെങ്കിൽ നീറ്റിലൊക്കെ നമുക്ക് +4ഉം -1ഉം ആണ്. അതായത് 1/4 നെഗറ്റീവ് വരുന്നുള്ളൂ. ഇവിടെ 1/3 ആണ് നെഗറ്റീവ്. അപ്പം നെഗറ്റീവിനെ അനുസരിച്ച് കുറേ ബാക്കോട്ട് പോവാം നിങ്ങളുടെ റാങ്ക്. ഇനി നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ PSCയുടെ മെയിൻ ലിസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഇതില് ഡോക്ടർ ഇർഷിദ ബീഗം ആണ് ഫസ്റ്റ് റാങ്ക് വന്നത്. ഷീ ഗോട്ട് 74 മാർക്സ് ഇൻ ടെസ്റ്റ് പേപ്പർ. 74 ഔട്ട് ഓഫ് 100 ഇസ് 74%. അപ്പൊ 74% ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 26 ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടാലും 74 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മാത്രം മതി ഫസ്റ്റ് റാങ്ക് കിട്ടാൻ. കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നു. അപ്പം ഇവിടെയാണ് നിങ്ങൾക്ക് നെഗറ്റീവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അപ്പൊ ഇനി നോക്കുക, ഇനി ഒരു 8ാമത്തെ റാങ്ക് എത്തുമ്പോൾ 69 മാർക്കായി. അപ്പൊ 74 കഴിഞ്ഞാൽ പിന്നെ 69ലേക്ക്, അല്ലെങ്കിൽ 3 ആൾ കഴിയുമ്പോൾ തന്നെ 69 എത്തി. പിന്നെ 69, 68ലാണ് കുറെ ആൾക്കാർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ടെസ്റ്റ് കഴിഞ്ഞാൽ INT എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂയുടെ മാർക്ക് ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂയുടെ മാർക്ക് 13 മാർക്കാണ് ഈ കുട്ടി കിട്ടിയത്. 14 മാർക്ക് സമ്പത്ത് എന്ന് പറഞ്ഞ ആൾക്ക് 14 മാർക്ക് കിട്ടിയ. ഈ 14 മാർക്ക് ആണ് ഞാൻ ഈ ലിസ്റ്റിൽ നോക്കിയപ്പോൾ മാക്സിമം ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല 20ലാണോ അല്ലെങ്കിൽ 15ലാണോ ഈ ഇന്റർവ്യൂയുടെ മാർക്ക് എന്നറിയില്ല. പക്ഷെ എന്തായാലും 14 മാക്സിമം കിട്ടിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൺ ആൻ ആവറേജ് 11 to 14 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇന്റർവ്യൂ അല്ല നിങ്ങളുടെ മെയിൻ ക്രൈറ്റീരിയ. തിയറി എക്സാം തന്നെയാണ് മെയിൻ ക്രൈറ്റീരിയ. തിയറി എക്സാം കൃത്യമായി എഴുതുക. അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ വന്നാൽ ഇന്റർവ്യൂ ഇനി നിങ്ങൾക്ക് എങ്ങനെ വന്നാലും 2-3 മാർക്കിന്റെ വ്യത്യാസമേ വരുള്ളൂ. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കും 13 കിട്ടിയിട്ടുള്ളൂ. 7th റാങ്ക് കിട്ടിയ ആൾക്കാണ് 14 കിട്ടിയത് ഇന്റർവ്യൂല്. ഷീ പെർഫോം ബെറ്റർ ഇൻ ഇന്റർവ്യൂ. പക്ഷേ അതില് എന്താ പറയാ, ആ 14നെക്കാട്ടും ഇമ്പോർട്ടന്റ് പുള്ളിയുടെ ടെസ്റ്റിലെ മാർക്കാണ്. 67.67 ആണ് പുള്ളി കിട്ടിയത്. അത് ഒന്നോ രണ്ടോ കുറെ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാണും. ഈ തെറ്റുന്നത് കൊണ്ടാവാം ഇവർക്ക് ഈ ഒരു എന്താ പറയാ ബാക്കോട്ട് റാങ്ക് വന്നിട്ടുണ്ടാവുക. അപ്പം ഇന്റർവ്യൂ അത്ര വലിയൊരു സംഭവമായിട്ട് കാണരുത്, തിയറി തന്നെ മെയിൻ സംഭവമായി കാണാം. ഇർഷിദ ബീഗത്തിന്റെ മാർക്ക് അതുപോലെ നിമ്മി വിയുടെ മാർക്ക് നോക്കുമ്പോൾ അവർക്ക് 74.000 ആണ്. നിമ്മി വിക്ക് 69.000 ആണ്. അപ്പം ഹൈ പ്രോബബിലിറ്റി ആർ ദാറ്റ് they didn't get even a single negative. Okay, so keep that in mind. Your study should be focused on that. ഇനി ഇതിൽ മുകളിൽ റൈറ്റ് കോർണറിൽ നോക്കുക, കാറ്റഗറി നമ്പർ 385/2019. നമ്മളുടെ കാറ്റഗറി നമ്പർ അതുപോലെ 375 ആണ്. 2024 ആണ്. ഇത് 2019 ആണ്. അന്നത്തെ സാലറി സ്കെയിൽ വാസ് ലെസർ ദാൻ ദ സാലറി സ്കെയിൽ ഗിവൺ ദിസ് ടൈംസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിലെ സാലറിനെക്കാട്ടും കുറവാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് ഇത് നമുക്കിപ്പോ ഒരു ഐഡിയ കിട്ടി PSC ഇങ്ങനെയാണെന്നുള്ള. നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇത് പഠിച്ചാൽ കിട്ടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പഠിക്കുന്നത് എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ എല്ലാ ദിവസവും എവറി സിംഗിൾ ഡേ കൗണ്ട്സ്. ദാറ്റ്സ് ഓൾ. ഇതിൽ കുറെ ആൾക്കാർ ക്ലിനിക്കിൽ പോകുന്നതായിരിക്കും, ചില ആൾക്കാർ ക്ലിനിക്ക് ഉണ്ടാവില്ല, ഇരുന്ന് പഠിത്തം മാത്രമായിരിക്കും. രണ്ടായാലും സന്ധ്യ ഡോക്ടർ ഒരു പ്ലാൻ പറഞ്ഞു തരും. നമുക്ക് ആ പ്ലാൻ പോലെ പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഈ ടൈം ടേബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഈ നവംബർ കഴിയുന്നവരെ ഞങ്ങൾ ചെയ്യുന്നത് PSC പാറ്റേൺ പേപ്പേഴ്സിന്റെ റിവിഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ഇപ്പം ഒരു 20th 23rd 27th and 30th ലൈവ് സെഷൻസ് വെക്കുന്നുണ്ട്. ഈ ലൈവ് സെഷനിൽ ഞങ്ങൾ 4 ഫാക്കൽറ്റീസ് കഴിഞ്ഞ കൊല്ലത്തെ PSC പേപ്പറിനെ ഒന്ന് ഓരോരോ ദിവസം ഒരു 25 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും അതിൻ്റെ അകത്തുനിന്ന് പുതിയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവൂ. ലൈവ് സെഷൻ വരുന്ന ദിവസങ്ങൾ നോട്ട് ചെയ്യുക. ആ ദിവസം വൈകിട്ട് 7:30 to 9:30 എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഇനി ടൈം ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ചിലപ്പം ചെറിയ മാറ്റങ്ങൾ വരുത്തുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ 7:30 to 9:30 ആണ്. ഈ ലൈവ് സെഷൻ ലൈവ് ആയിട്ട് തന്നെ വരണം. ആ സമയത്ത് മൊബൈല് വേറെ ഒരു സാധനവും ഉപയോഗിക്കരുത്. ഇൻ ദ സെൻസ് മൊബൈൽ കോൾ വന്നാൽ അതൊക്കെ ഒഴിവാക്കുക. ലിസൺ ടു ദ ക്ലാസ് പ്രോപ്പർലി, ടേക്ക് നോട്ട്സ്. എന്നിട്ട് വി വിൽ ഹാവ് എ ടെസ്റ്റ് പേപ്പർ ആഫ്റ്റർ 30th. അപ്പം ആ 30th ഓൺലൈൻ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾ ഈ 4 ദിവസം ഏതൊക്കെ ചോദ്യങ്ങൾ പഠിച്ചു അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഇതെന്തിനാ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു എൻട്രൻസ് എക്സാം പഠിക്കുമ്പോഴും നിങ്ങൾക്ക് എല്ലാ തിയറിയും പഠിച്ച് ഒരിക്കലും ഈ എൻട്രൻസ് എക്സാം പാസ്സാക്കാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെ വന്നാലും പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും മനസ്സിലാക്കി അതിന്റെ കുറച്ച് തിയറിയും വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഇനി PSC നീറ്റ് പോലെ ഒരുപാട് അങ്ങ് കടന്ന് ചോദിക്കില്ല, പക്ഷേ ഒരുപാട് ബേസിക് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുകയും ചെയ്യും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് എത്ര മാർക്ക് വരുന്നു, നിങ്ങൾക്ക് ആ ടെസ്റ്റ് പേപ്പർ ചെയ്തപ്പോൾ എന്താ പ്രശ്നം പറ്റിയത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സബ്ജക്ട് വൈസ് ക്ലാസ്സസ് തുടങ്ങാൻ. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് December 1st ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് 2 ദിവസങ്ങൾ വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഈവനിങ് 7:30 to 9:30 തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിൽ February 2nd വീക്ക് വരെ ഈ ക്ലാസ്സസ് പോവും. ഈക്വലി ആവശ്യത്തിനനുസരിച്ച് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടാണ്. അപ്പം ഇതിലെല്ലാ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നീട് കിട്ടും. ഓക്കെ, സോ സബ്ജക്ട് വൈസ് ക്ലാസ്സസ് അതിൽ 2 ലൈവ് ആണ്. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ഷോർട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് നിങ്ങളുടെ ആപ്പിൽ കിട്ടും. ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഞങ്ങളുടെ ആപ്പിൽ ചെറിയ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പൊ ആൻഡ്രോയിഡ് യൂസേഴ്സിന് കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് സെയിം യു ക്യാൻ യൂസ് ഇറ്റ് വിത്ത് യുവർ മൊബൈൽ ഓൾസോ ഓർ ഓൺ യുവർ ലാപ്ടോപ്പ്. എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ സൗകര്യത്തിന് യൂസ് ചെയ്യാം. അപ്പം ആ ഒരു 2 വീഡിയോസ് പിന്നെ ഈ ലൈവ് ക്ലാസ്. ഈ ലൈവ് ക്ലാസ്സിൽ മെയിൻലി ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് തിയറി കണ്ടന്റ് ഞങ്ങളുടെ റെക്കോർഡ് വീഡിയോസ് കിട്ടും. ഈ ലൈവ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം, ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സസ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ടിൽ February അങ്ങനെ പോകും. ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സമയം നിങ്ങൾ കണ്ടെത്തി പതുക്കെ പതുക്കെ പോവുക. അപ്പൊ ഈ സമയം കണ്ടെത്തുന്നതും പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ചും സന്ധ്യ മാഡം പറയുന്നുണ്ടാവും. സോ സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും നിങ്ങൾക്ക്. അതാത് വീക്കിൽ അതിന്റെ PDF കിട്ടും. പ്ലസ് നിങ്ങൾക്ക് എല്ലാ PSC ഡെന്റൽ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസ് നടന്ന പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ റിപ്പീറ്റ് വരില്ല. PSC അങ്ങനെയാണ്. നിങ്ങളിപ്പം നമ്മുടെ വേറെ PSCകൾ, അതായത് വേറെ PSC എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഡെന്റൽ അല്ലാത്ത PSCയിലൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില സ്ഥിരമായ കാര്യങ്ങളുണ്ട്. ഇപ്പം കേളപ്പൻ ജീനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം സ്ഥിരമായിട്ട് ഒരു ചോദ്യം തന്നെയുള്ളൂ. അവിടെ റിപ്പീറ്റേഷൻസ് വരാം, പക്ഷെ ഡെന്റൽ റിപ്പീറ്റേഷൻസ് വരില്ല. അതിനൊരു കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഇത് പുതിയ ആൾക്കാരെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കുക ചെയ്യുന്നത്. അപ്പൊ അതില് റാൻഡംലി റിപ്പീറ്റേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്തിനാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പം പഠിക്കുന്നത്? നിങ്ങളുടെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതേ സിലബസ് ബേസ് ചെയ്തിട്ട് ഇപ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് പിന്നെ അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് ഈ പ്രീവിയസ് പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങളെ പ്രീവിയസ് പേപ്പേഴ്സ് വായിച്ച് പഠിച്ചിട്ട് നീറ്റ് എക്സാം എഴുതുന്ന പോലെ ഇതിന് പോയി എഴുതി കാര്യമില്ല. നീറ്റ് എക്സാമിൽ പലപ്പോഴും ഒരു പ്രീവിയസ് ഇയറിലെ പേപ്പറിന് ഒരു 20 to 30% റിപ്പീറ്റേഷൻസ് ഡയറക്ട്ലി ഉണ്ടാവും, ഒരു വള്ളിപ്പുള്ളി തെറ്റാതെ. PSCക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകാൻ പാടില്ല. പക്ഷെ PSCയിലെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇതിന്റെ സിലബസ് വളരെ ഡിഫൈൻഡ് ആണ്. നിങ്ങൾ ഒരിക്കലും എന്താ പറയാ ഒരു ജേർണലോ
അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ടോപ്പിക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് തന്നെയാണ് അതിന്റെ സിലബസ് ക്ലിയർ കട്ട് ആയിട്ട് അവർ പറയുന്ന മാതിരി പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പം ഈ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ മെറ്റീരിയൽസും വരിക. മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഞാൻ I'll call Dr. Sandhya to explain further things. Dr. Sandhya. So, once again, thank you, Dr. Pravesh. Screen കാണാലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? Yes, ma'am. Yes. Okay. So, PSC യെ പറ്റി ഒരു ബേസിക് ഐഡിയ ഡോക്ടർ പ്രവേശ് പറഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് what I'm going to tell us what you have to do individually. അതായത് നിങ്ങൾ ഓരോരുത്തരും ഇതിലെ ഈ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, what you have to do. Now you know what is PSC. ഓക്കെ, ഇങ്ങനത്തെ ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ്, ഇതിൽ ഏതെങ്കിലും കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതായത് എങ്ങനെ പഠിക്കണം, ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ടോപ്പിക്സിനെ പറ്റി, സിലബസിനെ പറ്റി ഡോക്ടർ പ്രവീഷ് പറഞ്ഞു, എങ്ങനെ പഠിക്കണം, തിയറി ഈ പറഞ്ഞ നമ്മുടെ BDS കരിക്കുലത്തിലുള്ള എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് എല്ലാ സബ്ജക്ട്സും തിയറി പഠിക്കാൻ പറ്റുമോ? നീറ്റിന്റെ പോലെ അല്ല എന്നുള്ള കാര്യങ്ങൾ പ്രവീഷ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. ഏതൊക്കെ സബ്ജക്ട്സിന് പ്രയോറിറ്റി കൊടുക്കണം, അഗെയിൻ പ്രവീഷ് ഡോക്ടർ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ലൈക്ക് ഇപ്പൊ കുറെ പേര് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. സോ ബിസി പ്രാക്ടീസിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു 9 to 6 പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കാൻ സമയം കിട്ടുമോ? അതായത് തിയറി ടച്ച് വിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ? പിന്നെ ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണ്, സോ ഞാൻ ഈ ഇടുന്ന എഫേർട്ട് വിൽ ഇറ്റ് ബി വർത്ത് ഇറ്റ്? If you have any such doubts, so I hope by the end of this talk, you will have a clear picture. Okay. Now, I'll be talking on these topics. Adile syllabus and the significance of previous PSC questions, Pravesh Doctor already samsarichu. We have timetable, the significance of revisions, mock test, consistency. ഇത് ബേസ് ചെയ്തായിരിക്കും നമ്മൾ വിൽ ഹാവ് എ ഡിസ്കഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ദിസ് ഇസ് ഓൾറെഡി കവേർഡ്. എന്തൊക്കെ സിലബസ്, എന്തൊക്കെ സബ്ജക്ട്സ് വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് ദ സെയിം ആസ് നമ്മുടെ BDS സെയിം കരിക്കുലം. ഓക്കെ, MCQ ബേസ്ഡ് തിയറി, ദാറ്റ് ഇസ് ഹൗ യു ഹാവ് ടു ലേൺ. സോ ട്രൈ ടു ലേൺ, യു ഹാവ് ടൈം. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, ബിക്കോസ് ദ എക്സാം ഡേറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ അനൗൺസ്ഡ്. സോ റിലാക്സ്ഡ് ആയിട്ട് എല്ലാ സബ്ജക്ട്സും യു ഹാവ് ടൈം ടു കവർ ഓൾ ദ സബ്ജക്ട്സ്. ഓക്കെ, and the significance of solving the previous PSC questions, as Pravesh Doctor told, അതിലൊരു ഒരൊറ്റ സിഗ്നിഫിക്കൻസ് ഉള്ളൂ, മെയിൻ, ദാറ്റ് ഇസ് ടു ഗെറ്റ് ഓൺ ട്രാക്ക്, ടു നോ ഹൗ ടു അറ്റംപ്റ്റ് ദ PSC pattern, or to know how the PSC pattern is and to get on track. അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം. ഇനിയാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ പ്രിപ്പറേഷൻ, അതായത് ടൈം ടേബിൾ. ടൈം ടേബിൾ ഞാനതിൽ മെൻഷൻ ചെയ്തെങ്കിൽ ഇറ്റ് ഇസ് എ റിട്ടേൺ ടൈം ടേബിൾ. എന്തുകൊണ്ടാണ് റിട്ടേൺ ടൈം ടേബിൾ? നമ്മൾ ഇറ്റ് ഇസ് ഈസി, യു ക്യാൻ തിങ്ക്, ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ യുവർ ഷെഡ്യൂൾ നമുക്ക് ആലോചിക്കാം, രാവിലെ കുറച്ച് നേരം പഠിക്കും, വൈകുന്നേരം കുറച്ച് നേരം പഠിക്കും. നോ, ദാറ്റ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. വെൻ യു പ്രിപ്പയർ ഫോർ എ കോമ്പറ്റീറ്റീവ് എക്സാം, എവറിത്തിങ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. യു നീഡ് ടു ഹാവ് എ റിട്ടേൺ ടൈം ടേബിൾ. അതായത് ടൈം ടേബിളിന്റെ ഡെഫിനേഷൻ തന്നെ എക്സ്പ്ലെയിൻസ് ഇറ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു to have a clear vision and avoids wastage of time and energy. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ we need to have a correct timetable. നമുക്ക് എന്തിനൊക്കെ വേണം ടൈം ടേബിൾ? വായിക്കാൻ, ഈ റെക്കോർഡഡ് വീഡിയോസ് നോക്കാൻ, തിയറി പാർട്സ്, നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് പഠിക്കാൻ, ടു ലേൺ MCQs, ടു ഡു MCQs, ടെസ്റ്റ് പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ്, ഡെയിലി കിട്ടുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്യാൻ. ഫോർ ഓൾ ദിസ് you need to, ഇതെല്ലാം ചെയ്യാൻ you need to have a timetable. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ we will have a schedule, we have given you a schedule. So in that schedule all the topics are, all the subjects are included. എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തൊരു ഷെഡ്യൂളാണ്. അപ്പൊ ആ ഷെഡ്യൂളിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ, if you go with the schedule, by the end of this course you can cover all the subjects. If you go with the schedule, by the end of this course, by February, you will be able to cover all the subjects. You will be able to cover the theory part, basic theory part, which is significant in PSC exam. You will be able to cover all the basic theory part of
the entire subjects. ഇനി എന്തെങ്കിലും ഒരു ദിവസം ലൈക്ക് ബിക്കോസ് ഇൻ ബിറ്റ്വീൻ യുവർ ബിസി ഷെഡ്യൂൾ ഏതെങ്കിലും ദിവസങ്ങൾ വാട്ട് ഇഫ് യു മിസ് സം ഡേയ്സ്, ഏതെങ്കിലും ദിവസം ഇപ്പൊ നമുക്ക് നോക്കാം, മാക്സിമം ട്രൈ നോട്ട് ടു ഡു ദാറ്റ്, ബട്ട് ഇഫ് ഇറ്റ് ഹാപ്പൻ, if due to some unavoidable reasons, if you miss some days videos or if you miss some days topics, once you get back on track, വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ട്രൈ ടു അവിടെ തൊട്ടുള്ള ഷെഡ്യൂൾ ഫോളോ ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ ദിവസം നമുക്ക് മിസ്സായി പോയ പാർട്സ് മാത്രം നോക്കാൻ വേണ്ടി കളഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, യു വിൽ അഗെയിൻ ലാഗ് ബിഹൈൻഡ്. അപ്പോൾ ഇഫ് അറ്റ് ഓൾ യു മിസ് എനി ഡേയ്സ്, വെൻ യു കം ബാക്ക് ടു ദ ഷെഡ്യൂൾ, സ്റ്റാർട്ട് ഫ്രം ദാറ്റ് ഡേ. പിന്നെ അവിടെ തൊട്ടിട്ട് വി ഹാവ് മിസ്ഡ് എ ഫ്യൂ ഡേയ്സ്, സോ യു നീഡ് ടു പുട്ട് എ ലിറ്റിൽ മോർ എഫേർട്ട്, ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ മോർ ടൈം സോ ദാറ്റ് യു ക്യാൻ ലേൺ ദി പെൻഡിങ് ടോപ്പിക്സ്. അങ്ങനെ യു വിൽ ബി ഏബിൾ ടു കീപ്പ് അപ്പ് വിത്ത് ദ ഷെഡ്യൂൾ. And another thing, we do things which is important to us, right? അല്ലേ, നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. We do the things which have more priority in our life. So once you have decided to write a competitive exam, once you have decided to give a PSC exam, then you need to prioritize your studies. നമ്മുടെ preparation, that must be your priority. പിന്നെ ടൈം ടേബിളിന്റെ വേറൊരു one of the other thing you have to do is once you do a timetable, you prepare a timetable. അത് നമുക്ക് ഒന്നുമില്ല, ഒരു ലോങ് റൺ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ലൈക്ക് based on your schedule, you can make a long run timetable, or better it will be you can make timetable for a particular week. Make it for a week. At the end of the week, assess if you were able to do keep up with that timetable. ആ timetable പ്രകാരം നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുമോ, നമുക്ക് അത് പ്രകാരം പഠിക്കാൻ പറ്റുമോ, എത്ര എന്തെങ്കിലും പോർഷൻസ് ബാലൻസ് ഉണ്ടോ നമ്മുടെ പ്രാക്ടീസിന്റെ നമ്മുടെ ഫാമിലി മാറ്റേഴ്സിന്റെ ഇടയിൽ, ഈസ് ദാറ്റ് ആ ടൈം ടേബിൾ ഫീസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് ഫൈൻ, ഗോ വിത്ത് ദാറ്റ്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ each week നമ്മുടെ ആ വീക്കില് ഷെഡ്യൂൾ അനുസരിച്ച് just make a small changes in your timetable so that your timetable is flexible and it fits your schedule. നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്ന രീതിയിൽ ടൈം ടേബിളിനെ എല്ലാ ആഴ്ചയും ജസ്റ്റ് ഒന്ന് അസസ് ചെയ്യാം, നമുക്ക് അത് ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പോ ഇവിടെ ഇത് കേൾക്കുന്നതിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതിൽ നമ്മുടെ ഒരു നോർമൽ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോർമൽ വർക്കിംഗ് ടൈം ഇസ് അറൌണ്ട് 6 AM to 9 AM to 6 PM. സോ ആർ യു വർക്കിംഗ് ഇൻ ദിസ് പീരീഡ്? ഈ ഒരു ടൈം ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഷട്ട് ഡൗൺ ദ ക്ലിനിക് ഓർ യുവർ പ്രൈവറ്റ് പ്രാക്ടീസ് ആൻഡ് കം ബാക്ക് ടു സ്റ്റഡി. ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ഫോർ എവ്രി വൺ. സോ നമ്മൾ എങ്ങനെ പഠിക്കും ഇങ്ങനെ ഈ ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ? One thing is, when you start your preparation, നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നോർമൽ ടൈം ഈ 9 to 6 വർക്കിംഗ് ടൈം, and 2 hours before and 2 hours after you will have your personal things, your family matters, your personal things. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? Get up a little early, put some effort. നമ്മളൊരു ചെറിയ എഫേർട്ട് ഇടണം, because we have decided to give an exam. So wake up a little early, or wake up 1 hour before your normal schedule. അപ്പോൾ നമുക്കൊരു ടൈം കിട്ടും, ഒരു അപ്രോക്സിമേറ്റ്ലി 5 to 6 AM അങ്ങനെ ഒരു, അല്ലെങ്കിൽ 4 to 5 ആ ഒരു ടൈം നമുക്ക് പഠിക്കാൻ കിട്ടും, 1 hour. ഇപ്പോൾ രാവിലെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് മോർണിംഗ് ആണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളെങ്കിൽ, നമുക്ക് ആ സമയത്ത് നമ്മൾ രാവിലെ ഒരു 1 hour ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ആ ടൈമിൽ പഠിക്കാം. അത് കഴിഞ്ഞാൽ യു ഗോ ഫോർ യുവർ വർക്ക്, റൈറ്റ്? അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് അപ്പോൾ നമ്മൾ ബുക്ക് അടച്ചു വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോവുക ആൻഡ് യു കം ബാക്ക് ആൻഡ് ലേൺ. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും വെൻ യു ഗോ ഫോർ വർക്ക്. ഒരു ചെറിയ ടോപ്പിക് യു ക്യാൻ ഷെഡ്യൂൾ ഫോർ ലേണിംഗ് ഓൺ ദാറ്റ് ഡേ. ഒരു വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് വിച്ച് ഡസ് നോട്ട് റിക്വയർ വെരി ഹൈ കോൺസെൻട്രേഷൻ, ബിക്കോസ് യു ഹാവ് ടു ലേൺ ഇൻ ബിറ്റ്വീൻ യുവർ വർക്ക്. സോ യു ക്യാൻ ടേക്ക് സം സ്ക്രീൻഷോട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ കുറച്ച് ഏതെങ്കിലും പോർഷൻസിന്റെ ഫോട്ടോസ് എടുക്കാം. സോ ഇൻ ബിറ്റ്വീൻ യുവർ വർക്ക് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് സം ടൈം. നമുക്ക് എന്തായാലും മൊബൈൽ നോക്കാൻ ഒരു ടൈം കിട്ടും ഇൻ ബിറ്റ്വീൻ ദ വർക്ക്, അല്ലെ? അപ്പൊ ആ ഒരു ടൈമില് നമുക്കൊരു കീപ് എ സ്മോൾ ടോപ്പിക്. അപ്പൊ അന്ന് വൈകുന്നേരം വരുമ്പോൾ യു വിൽ ഫീൽ എ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, യു ഹാവ് കവേർഡ് ദാറ്റ് ടോപ്പിക് ഓൾസോ. അല്ലെങ്കിൽ ഇനി പെർട്ടിക്കുലർ വീഡിയോ ആ ഒരു ഇടയിൽ ബ്രേക്ക് ടൈമിൽ, അല്ലെങ്കിൽ വെൻ ഇൻ യുവർ ലഞ്ച് ബ്രേക്കോ ആ ഒരു ടൈമിൽ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ ടോപ്പിക് വയ്ക്കാം. സോ ഓൾ ദാറ്റ് കൗണ്ട്സ്.
നമ്മൾ വായിക്കുന്ന ഓരോ പോർഷനും നമ്മൾ കവർ ചെയ്യുന്ന ഓരോ ടോപ്പിക്കും ഇസ് മേക്കിംഗ് അസ് മോർ ആൻഡ് മോർ ക്ലോസർ ടു ദി ഫൈനൽ ഗോൾ. നമ്മൾ വായിക്കുന്ന എല്ലാ മെറ്റീരിയൽ നമുക്ക് എപ്പോഴാണ് അത് യൂസ് വരാമെന്ന് പറയാൻ പറ്റില്ല. സോ ട്രൈ ടു ഡു ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ വെൻ യു ലേൺ മേക്ക് നോട്ട്സ് ഉണ്ടാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, യു ഹാവ് സീൻ അല്ലെ, കളറുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനം. അങ്ങനത്തെ നോട്ട്സ് യു ക്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ സം ടോപ്പിക്സ് വിച്ച് യു ഫീൽ യു വിൽ ഫോർഗെറ്റ്, അങ്ങനത്തെ ടോപ്പിക്സ് ജസ്റ്റ് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ വെൻ യു റാൻഡംലി പാസ് ബൈ യു വിൽ ജസ്റ്റ് റീഡ് ത്രൂ ദാറ്റ്. അപ്പോൾ ആ ടോപ്പിക്സ് അങ്ങനത്തെ പോർഷൻസ് മറക്കാതിരിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ പോർഷൻസ് മാത്രം മറക്കും എന്ന് തോന്നുന്ന പോയിന്റ്സ്, അങ്ങനത്തെ ആ ടോപ്പിക്സ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ എ ഡയറി. വേറെവർ യു ഗോ ക്യാരി ദിസ് ഡയറി. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാം. അല്ലെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് നോട്ട്സ്, മൊബൈലിൽ നോട്ട്സ് ആക്കി ഇട്ട് വെക്കാം. സോ വെനെവർ യു ടേക്ക് ദ മൊബൈൽ, മേക്ക് ഷുവർ ദാറ്റ് ഫസ്റ്റ് തിങ് യു ഡു ഇസ് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ ഈ മറന്നു പോകുന്ന കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കാം. ദാറ്റ് വിൽ ഹെൽപ്പ് യു റീകളക്ട് ഇറ്റ് മോർ. ആൻഡ് സെയിം ഷെഡ്യൂൾ വൈകുന്നേരവും ഫോളോ ചെയ്യാം. Once you come back from work after 1 or 2 hours of all your regular activities, try to spend some time for studying. Time, if you are an evening person, you can learn tough topics at this time. Pinna pradhanapetta oru karyam, you should get some time, keep some time to write the previous to attempt the mock test papers. Okay, mock test paper, if you feel it more comfortable to do it in the morning, do it in the morning, or otherwise do it in the evening. Fine. So if you start learning like this, what will happen? നമ്മൾ ഏകദേശം once the moment you start learning like this, ഏകദേശം ഒരു 2 മണിക്കൂർ you will get daily to learn. This I'm telling, ഇത് ഞാൻ പറയുന്നത് ഒരു busy schedule, for those who have a busy practice schedule. Okay, 9 to 6 practice schedule ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. So you will get around 2 hours per day. That means 14 hours per week you will get to learn. And once you are comfortable with this schedule, slowly you can increase the time. Morning ഒരു 1 hour എന്നുള്ളത് you can make it ഒരു 1.5 മണിക്കൂർ ആക്കാം. വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ. അപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂർ കിട്ടും നമുക്ക് പഠിക്കാം. അപ്പൊ എന്താവും? You will get approximately 21 hours per week. So that's not അതൊരു ചെറിയ ടൈം അല്ല. You will get to learn, you will get to cover more topics. ഇനി ഇങ്ങനെ, അതായത് ഇത്ര ബിസി ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ യു ലേൺ 1 hour മോർണിംഗ്, 1 hour ഈവനിങ്. ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അറ്റംപ്റ്റ് ദിസ് എക്സാം. സോ വിൽ ഇറ്റ് ബി എഫക്റ്റീവ്? ഇങ്ങനെ പഠിച്ചാൽ അത് എഫക്റ്റീവ് ആയിരിക്കും? അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ആയിരിക്കും. വൈ? ഇത് യു മസ്റ്റ് ഹാവ് കം ത്രൂ ദിസ്, ദി അസാസിൻസ് അവർ. അതായത് ഡെഡിക്കേറ്റ് 1 hour a day where you operate like a silent assassin. That is, no distraction, no excuses, no mercy. Attack your most critical task with total focus. And they say 60 minutes of pure execution in assassin mode is worth 4 hours of normal effort. എന്ന് വെച്ചാൽ വളരെ അധികം ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു എക്സാം വളരെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിസി ഷെഡ്യൂൾ, ബിസി പ്രാക്ടീസിന്റെ ഇടയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇടുന്ന സമയം, നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സമയം 100% എഫേർട്ട് കൊടുക്കണം. യു ഹാവ് ടു ഗീവ് യുവർ 100%. ഓക്കെ. ഇനി സപ്പോസ് യു വർക്ക് ഇൻ എ ടൈം ഷെഡ്യൂൾ ബിറ്റ്വീൻ 8 AM to 2 PM. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും പഠിക്കാൻ, അല്ലെ? സപ്പോസ് യു ആർ എ ഫ്രഷർ, അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് യു ആർ നോട്ട് വർക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും. ഇഫ് ദിസ് ഇസ് യുവർ ഷെഡ്യൂൾ, then we can have, അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഫ്രീ ആണ്. We can use that time also to study. In that case, നമുക്ക് പഠിക്കാം. നമ്മുടെ സെഷൻസ്, your learning sessions, you can divide it into 3. Morning are approximately 3 to 4 hours if possible. Afternoon also similarly approximately 3 to 4 hours. And night also approximately 3 to 4 hours. Okay. In this time, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, you can utilize this time to learn the theory part, to learn the study materials, go through the videos, learn the MCQs, and also give the mock test. ഇനി ഈ ഒരു സമയത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. മോർണിംഗ് something that you are free from afternoon till night you are free. Or suppose you are at home, you have the whole day left. There is a chance that
we may get relaxed. How to utilize this time effectively? You will feel that morning you read for 1 or 2 hours and then you felt tired, you felt bored. You feel that the whole day is left and I will finish the schedule by afternoon or by night. അങ്ങനെ നമുക്ക് തോന്നും. നമുക്ക് ചിലപ്പോൾ ആ ഒരു ഈ 3 സെഷൻസും ചിലപ്പോൾ നമ്മൾ BDS ടൈമിൽ പഠിച്ചിരുന്ന പോലെ ഈ 3 സെഷനും വിത്ത് ഈക്വൽ എനർജി ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? What to do? But we have to utilize our time, right? There comes the Pomodoro technique. What is Pomodoro technique? 1980s അഡ്വക്കേറ്റ് ചെയ്തൊരു ടെക്നിക്കാണ്. അതായത് നമ്മൾ ബിഫോർ നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് ബിഫോർ സ്റ്റാർട്ടിങ് ടു ലേൺ സെറ്റ് എ ടൈമർ ഫോർ 25 minutes. ആ 25 minutes you should not have any distraction. No mobiles, no family members, no friends, nothing. That 25 minutes you are learning. Completely you are learning. വെറും 25 minutes അല്ലേ എന്ന് ആലോചിക്കരുത്. That is when once you start doing that, you will feel that you have time to learn a lot. 25 minutes ടൈമർ കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു 5 minutes, ജസ്റ്റ് എ 5 minutes ബ്രേക്ക്. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യാം, വെള്ളം കുടിക്കാം. അത് കഴിഞ്ഞാൽ അഗെയിൻ സ്റ്റഡി ഫോർ അനദർ 25 minutes. വീണ്ടും ടൈമർ ഓഫ് ആവുമ്പോൾ ഗെറ്റ് എ ബ്രേക്ക് 5 minutes. അങ്ങനെ ഒരു 4 ബ്രേക്സ് കഴിയുമ്പോൾ, അതായത് 4 സെഷൻസ് കഴിയുമ്പോൾ, 4 പൊമഡോറോ എന്നാ പറയാം. ഇറ്റ് ഇസ് കോൾഡ് പൊമഡോറോ ബിക്കോസ് ദ പേഴ്സൺ ഹു അഡ്വക്കേറ്റഡ് ദാറ്റ് ഹി യൂസ്ഡ് ടൊമാറ്റോ ഷേപ്ഡ് ടൈമർ. അതുകൊണ്ടാണ് ആ പേര്. പൊമഡോറോ മീൻസ് ഇൻ ഇറ്റാലിയൻ വേർഡ് ഇറ്റ് ഇസ് കോൾഡ് ടൊമാറ്റോ. അപ്പൊ 4 പൊമഡോറോ കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്, ഒരു 20 minutes ബ്രേക്ക്. It is very effective. This is a very effective method of learning. Instead of just sitting in the morning, right 8 o'clock, you think that you will learn till 10 o'clock in the night with the same. If you are not able to focus the entire time with the same effort, then do it this way. ഇപ്പോൾ കംപ്ലീറ്റ് ടൈം നമുക്ക് കിട്ടുന്ന ഫുൾ ടൈം കംപ്ലീറ്റ് ഫോക്കസോടുകൂടി 100% ഫോക്കസിൽ പഠിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഡു ലൈക്ക് ദാറ്റ്. അതല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് കൂട്ടാൻ, നമ്മൾ പഠിക്കുന്ന സമയം കൃത്യമായി പഠിക്കാൻ, നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ, നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആവാൻ ഈ ഒരു രീതിയിൽ പഠിക്കാം. നമുക്ക് കുറച്ചധികം സമയം കിട്ടുകയാണെങ്കിൽ, പഠിക്കാൻ കൂടുതൽ ടൈം കിട്ടുകയാണെങ്കിൽ, അപ്പൊ മോർണിംഗ് ഒരു 4 hours ഒക്കെ കിട്ടുമ്പോൾ ഈ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ ആഫ്റ്റർനൂൺ, നൈറ്റ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഷെഡ്യൂളിൽ പഠിക്കുന്ന ആളാണെങ്കിൽ എന്താ നോക്കണ്ടേ? ബൈ ദ എൻഡ് ഓഫ് ഈച്ച് ഡേ നമ്മൾ ആലോചിക്കണം നമുക്ക് എത്ര പൊമോഡോറോസ് കിട്ടി, അതായത് എത്ര പൊമോഡോറോസ്, എത്ര സെഷൻസ് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റി. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഇപ്പൊ മോർണിംഗ് ഈവനിങ് മാത്രം പഠിക്കുകയാണെങ്കിലും ദ ഹോൾ ഡേ പഠിക്കുകയാണെങ്കിലും, it matters. The most important point, the most important part that matters is your enthusiasm. That is one of the most important part. നമ്മളിപ്പോ വെറുതെ ഇരുന്നു with you just read, അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് വായിച്ചു, പിന്നെ ഇതായി, and you think about the exam. It's not like that. അങ്ങനെയല്ല, നമ്മളൊരു എഫേർട്ട് now at present നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. You all have decided to start the preparation, right? So you need not think of the exam at present. Now focus completely on the preparation. So you need to be enthusiastic. നമുക്കൊരു ഉള്ളിന്റെ സന്തോഷം ഉണ്ടാവണം. You should be grateful, be thankful, be highly grateful that you are eligible to attempt this exam. You got a PSC call. We know the age limit. So there are many people who must have crossed the age limit. അപ്പോൾ എക്സാം എഴുതാൻ പറ്റില്ല. But if you are in this schedule, if you are in this group, you are able to write the exam, right? So that itself is a great thing. And be happy for whatever things you are learning. You are going to get a chance to learn the entire BDS curriculum once again. That is the entire theory part. Once again, you are getting a chance to learn. നമ്മുടെ ഫീൽഡില് there is nothing like, അതായത് നമ്മൾ BDS ടൈമിൽ പഠിച്ചു, സ്റ്റോപ്പ് ലേണിംഗ്, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയല്ല. നമ്മൾ ആസ് ലോങ് ആസ് യു കീപ് പ്രാക്ടീസിങ്, നമുക്ക് വി ഹാവ് ടു ലേൺ. നമ്മൾ പഠിക്കുന്ന പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സും ക്ലിനിക്കൽ സബ്ജക്ട്സും എല്ലാം നമ്മുടെ പ്രാക്ടീസിനെ നമ്മൾ ഈ പ്രിപ്പറേഷന്റെ എല്ലാം അൾട്ടിമേറ്റ് പർപ്പസ് എന്താ? ടു പ്രാക്ടീസ് ഇൻ ദ ഗവൺമെന്റ് സെഗ്മെന്റ്.
So whether you're practicing there or private or government sector, നമ്മുടെ knowledge build up ചെയ്യാന്നുള്ളത് that will be very helpful to increase your confidence, to improve the quality of your practice. So you're getting a chance to cover the complete subjects. നമ്മൾ പഠിച്ച anatomy, pharmacology, biochemistry, everything has a role in our practice. So you get a chance to learn each and every subject again. So be happy for that. പിന്നെ small, I told you, നേരത്തെ പറഞ്ഞ പോലെ, അതായത് you have to write the exams, attempt the exam. So be happy for each score. If there is an improvement in the next exam in your score, be happy for that. And if your score is decreasing, just find out whether, as Dr. Pravish told earlier, whether you have done any negatives or whether I have to improve on that. And in this schedule, if you feel tired, just take a day off and then come back again with more energy. And also be happy to be a part of Focus. And for that, we are also happy to have you all here. Okay. So that is the significance of having a timetable. Definitely, you should have a timetable. In the next part, that is revision. What will you do? Nammalipo ee schedule ansarichu you have finished your learning. All the subjects you will be covering, and you also took the maximum effort to finish the schedule as per the schedule. What you will do? As Dr. Pravish told, the notification for the exam date has not yet been announced. What you will do? Revise again, because നമ്മളിപ്പോ ഈ ഡിസംബറിൽ പഠിക്കുന്നത് ഡെഫിനറ്റ്ലി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ചില പോയിന്റ്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ടാവാം. So once you finish the schedule, again revise it from the beginning. അപ്പോൾ at that time you will be able to cover the topics in a more with more speed. You will get more time. You will get more time to attempt more and more MCQs. Okay, and the more etra pravasya revision ennoru idilla, the more number of times you learn, you will be more confident. Pinna the next most important part in this preparation e course illa is mock test papers. നേരത്തെ പറഞ്ഞ പോലെ, as Dr. Pravish told, there will be lot of mock test papers given to you. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ തിയറി പഠിക്കുമ്പോൾ, നമ്മൾ MCQs പഠിക്കുമ്പോൾ നമ്മുടെ നോളജ് കൂടും. ഇനി ആ നോളജ് അപ്ലൈ ചെയ്യണമെങ്കിൽ you have to keep practicing MCQs. When you get the mock test papers, right from the first test paper you are going to get, attempt it as if you are attempting the final PSC exam. Final PSC exam attempt ചെയ്യാണെങ്കിൽ നമ്മൾ എന്ത് എത്ര സീരിയസ്നെസ്സോടുകൂടി ആയിരിക്കും അറ്റംപ്റ്റ് ചെയ്യുക, അതുപോലെ അറ്റംപ്റ്റ് ചെയ്യണം ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ വിത്ത് എ ക്ലിയർ മൈൻഡ്. അതായത് ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ നമ്മളിങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ആ എക്സാം പാറ്റേണുമായിട്ട്, MCQസുമായിട്ട്, ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യണതുമായിട്ട് യു വിൽ ബി മോർ ആൻഡ് മോർ ഫെമിലിയർ, സെൻസിറ്റൈസ്ഡ് ആവും, നമ്മൾ അതുമായിട്ട് കുറെ കൂടെ അക്കസ്റ്റംഡ് ആവും. അപ്പോൾ what will happen? നമ്മുടെ എക്സാം ആങ്സൈറ്റി വിൽ ബി reduced. That is a very important thing, because preparation പോലെ തന്നെ important ആണ് giving the exam. So this course completely contains ആ preparation എന്ന് പറഞ്ഞാൽ പഠിക്കൽ മാത്രമല്ല, പഠിക്കുന്നതും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും is equally important. Okay, so exam related anxiety reduce ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ആണ് to do the MCQ or do all the mock test papers, say without any distraction. Sit in a room alone, do it as if you are attempting the PSC. Each and every question, give 100% for each and every question, think and then give. Do the answer. Because we don't want stress. നമ്മുടെ ഈ preparation പോലെ തന്നെ giving the exam related stress has a bad effect on the body. പല bad effects ഉണ്ട്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന most important is lack of focus. If you are anxious, if you have some sort of tension, you won't be able to think clearly. Because ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൽ പലതും നമ്മൾ ഈ പ്രിപ്പറേഷനിൽ വന്നായിരിക്കാം. And if your mind is clear, if you can think clearly, you will remember points right from your BDS time. BDSലെ തിയറി പോർഷനിൽ, തിയറി ടൈമിൽ കേട്ട എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ സെഷൻസിൽ നമ്മൾ കേട്ട് പഠിച്ച എന്തെങ്കിലും ആയിരിക്കാം. So if you need to think clearly, you should be stress free. And for that, keep practicing the mock test papers. So PSC exam വരുമ്പോഴും you will be just ready like some other mock test paper. ഇപ്പൊ നമ്മുടെ ഷെഡ്യൂൾ കഴിഞ്ഞാലും you have the test papers, right? So
you can keep practicing the test papers, because if shell test papers, some questions you may have missed, or you may have gone wrong. So keep practicing the test papers. Okay. And the final most important thing is consistency. That means you have to keep learning until you have decided to give the exam, right? So keep learning. Keep learning means once you finish the schedule, you can again start again, learn more, keep practicing the MCQs. Whenever you get time, keep revising the same papers, or keep revising the papers which you had some difficulty. Okay, so consistency is the most important part in any preparation. Be consistent. You have decided to start this journey, so enjoy the process also. Enjoy the process of learning. And I conclude this by saying the formula for success is simple. That is, learn, practice, revise. And after that, more learning, more practicing, and more revision. And then repeat it again. Okay, so you had so much doubts, right? So even if you are a busy practitioner, or if you are a beginner, or if you feel this is a competitive exam, tough exam, yeah, many people, you need not worry about the number of people attempting a competitive exam, because whatever you practice, whatever you learn, whatever is in your mind, you're going to give that for the exam, right? So that definitely counts. So with this, always take the first step. That is, the first step in a preparation is making a timetable. Keep a timetable. If you want any help from our faculty side in preparing a timetable, or if you want any personal help, definitely we'll be helping you. Take a diary or take a paper, think your schedule, think when all you can incorporate your studies, and start. Okay. So the first step is really very important. Please do it. If possible, please do it today itself. Give a try. And thank you.